ദാദാഭായ് നവറോജിയെ പോലുള്ളവരൊക്കെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന സാമ്പത്തികവാദത്തെ വികസിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച സാമ്പത്തിക ശാസ്ത്രത്തെയാണ് നമ്മളിങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു സമ്പൽഘടനയെ പറ്റിയുള്ള കാഴ്ചപ്പാട് രൂപീകരിക്കുന്നത് ഒരിക്കലും സമഗ്രമായ ഒരു സാമൂഹ്യ സമ്പൽ പഠനത്തിലൂടെയല്ല ചെയ്തത്. യൂറോപ്പിലൊക്കെ മാർസൊക്കെ ചെയ്തതുപോലെയോ അല്ലെങ്കിൽ ചൈനയിലൊക്കെ മാവോയൊക്കെ ചെയ്തതുപോലെ സമ്പൽഘടനയെ സമഗ്രമായിട്ട് പഠിച്ചുകൊണ്ടല്ല ചെയ്തിരിക്കുന്നത്. മാർസ് തന്നെ എന്താണ് ചെയ്തത്? എപ്പിക്യൂറസിൻ്റെ ഫിലോസഫിയെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് മാർസ് രംഗത്ത് വരുന്നത്. അതിനുശേഷം അതും ഹെഗൽ വരെയുള്ള ഫിലോസഫിയെ മാർസ് പഠിച്ചിട്ടാണ് മാർസ് ഒരു സിദ്ധാന്ത രൂപീകരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മാർസിസത്തിന് എക്കാലത്തും പ്രസക്തിയുണ്ട്. മാർക്സിസത്തിന് അങ്ങനെ അതൊരു ഫിലോസഫിയാണ്. ആ ഫിലോസഫിക്ക് ഇല്ലാതാകാൻ പറ്റില്ല. ഇപ്പം മാർസ് നമ്മൾ എന്ത് പറഞ്ഞാലും മാർസിനെ പറ്റി ഈ പറയുന്ന ഈ ഒട്ടേറെ പറയുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും മാർക്സിസ്റ്റ് ഫിലോസഫിയെ അവർ കാണുന്നില്ല. മാർസ് തന്നെ എന്താണ് ചെയ്തത്? എപ്പിക്യൂറസിൻ്റെ ഫിലോസഫിയെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് മാർസ് രംഗത്ത് വരുന്നത്. അതിനുശേഷം അത് നാടക വരെയുള്ള ഹെഗൽ വരെയുള്ള ഫിലോസഫിയെ മാർസ് പഠിച്ചിട്ടാണ് മാർസ് ഒരു സിദ്ധാന്ത രൂപീകരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മാർക്സിസത്തിന് എക്കാലത്തും പ്രസക്തിയുണ്ട്. തത്വചിന്ത നിലനിൽക്കുന്നിടത്തോളം കാലം. തത്വചിന്ത എന്ന് പറയുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വൈരുദ്ധ്യം പരിഹരിക്കുക എന്നുള്ളതാണ് തത്വചിന്ത. അത് അനന്തമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വൈരുദ്ധ്യം. ഈ പ്രകൃതിയും മനുഷ്യനുള്ള വൈരുദ്ധ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഫിലോസഫിക്കും അതിൻ്റേതായ സ്ഥാനമുണ്ട്. ഫിലോസഫിയിലൂടെ അല്ലാതെ ഈ വൈരുദ്ധ്യത്തെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഈ വൈവിധ്യത്തെ മനസ്സിലാക്കാനോ കഴിയില്ല. അതുകൊണ്ട് മാർക്സിസത്തിൻ്റെ ഈ തത്വചിന്താപരമായ അന്തർധാരയ്ക്ക് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. അതനുസരിച്ച് വ്യാഖ്യാനങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പല തത്വചിന്തകരും ഈ ഒരു കാഴ്ചപ്പാടിലാണ് ഇതിലേക്ക് വ്യാഖ്യാനിക്കുന്നത്. അതിൻ്റേതായ വേരിയേഷൻസ്, അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതെല്ലാം തന്നെ അതിൻ്റെ മാർക്സിസത്തിൻ്റെ പരാജയമാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മാർസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിസത്തെ പോലെ തന്നെ മാർസിൻ്റെ ഈ അന്ന് മാർസ് വയ്ക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മുതലാളിത്ത രൂപീകരണത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ ആവർത്തിക്കാൻ കഴിയില്ല. അത് വേറൊരു കാലഘട്ടത്തിൽ കടന്നു കഴിയും. അതനുസരിച്ച് മാർക്സിസത്തെ വ്യാഖ്യാനിച്ച് പുതിയ സിദ്ധാന്തങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ മാർക്സിസം ഒരു അവസാന വാക്കല്ലാതെ മാറുമ്പോൾ മാത്രമേ മാർക്സിസത്തിന് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് മാർക്സിസം നമ്മൾ പ്രത്യക്ഷമായിട്ടും മാർക്സിസം കണ്ടില്ലെങ്കിൽ പോലും മാർക്സിസം ഒരു അന്തർധാരയായിട്ട് സാമൂഹ്യ മാറ്റത്തിൽ എക്കാലത്തും ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് മാറ്റങ്ങളും ഉണ്ടാവും. ഈ കാലഘട്ടം കഴിഞ്ഞ് വേറൊരു കാലഘട്ടത്തിലേക്ക് ഇന്ന് നമ്മൾ ആഗോളവൽക്കരണം പോലുള്ള പ്രതിഭാസങ്ങളൊക്കെ സാമൂഹികമായൊരു പ്രതിഭാസമാണ്. അതൊരു പക്ഷേ തകർന്നു കഴിഞ്ഞ് വേറൊരു ഘട്ടത്തിലേക്ക് വരും. അത് നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയില്ല. ആ കാലഘട്ടത്തിൽ അതിനെ വ്യാഖ്യാനിക്കാനുള്ള ശേഷിയുള്ളവർ ഉയർന്നു വരുമ്പോൾ അവർ മാർക്സിസത്തെ കാണുന്നത് ആ രീതിയിലാണ്. ഇപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്യാപിറ്റലിനെ മൂലധനത്തെ പുനർവായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഒരു വായനയാണ് വാസ്തവത്തിൽ ഉള്ളത്. അതിൽ നിന്ന് സാമ്പത്തികരണം മാത്രമല്ല, നേരത്തെ പറയുന്ന സാമൂഹ്യഘടനയെ പോലെ ഒരു വിശകലനം ചെയ്യുന്ന ഒരു സൈദ്ധാന്തിക പരികല്പന രൂപീകരിക്കും. ആ പരികല്പനയിലൂടെ ലോകത്തെ വ്യാഖ്യാനിക്കാനും ലോകത്തെ മാറ്റിത്തീർക്കാനുള്ള കഴിവുണ്ടാകും. അത് മാർക്സിസത്തിലൂടെ തന്നെ ആയിരിക്കും. മാർക്സ് പറഞ്ഞ പോലെയാണ്. മാർക്സ് പറഞ്ഞ പോലെ ആയിരിക്കണം എന്നൊന്നുമില്ല, പക്ഷെ അതുണ്ടാകും. പക്ഷെ അതിൻ്റെ ആ ഒരു അന്തർധാരയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ കാതലിനകത്ത് മാർക്സിസത്തിൻ്റെ സ്വാധീനം ഉണ്ടാകും. ഇതാണ് അതിൻ്റെ പ്രശ്നം. പാർലമെൻ്ററി ജനാധിപത്യത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കഴിയും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ വസ്തുനിഷ്ഠമായ നമ്മുടെ സാമൂഹ്യാവസ്ഥയും അതിൻ്റെ ചരിത്രപരമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാതെ ഒരു ഇതുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ സൈദ്ധാന്തികവർക്കെന്ന് അറിയും. ഞാൻ തന്നെ ഈ ഇന്ത്യയുടെ ഈ സമ്പൽ വ്യവസ്ഥയെപ്പറ്റി ഒരു ചെറിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ കേരളയിലും സാമ്പത്തിക പരിവർത്തന ചെറിയ പുസ്തകത്തിൽ. ആ പുസ്തകത്തിൽ ചില പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ ഒരു സമ്പൽഘടനയെ പറ്റിയുള്ള കാഴ്ചപ്പാട് രൂപീകരിക്കുന്നത് ഒരിക്കലും സമഗ്രമായ ഒരു സാമൂഹ്യ സമ്പൽ പഠനത്തിലൂടെയല്ല ചെയ്തത്. ഇപ്പം യൂറോപ്പിലൊക്കെ മാർസൊക്കെ ചെയ്തതുപോലെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ചൈനയിലൊക്കെ മാവോയൊക്കെ ചെയ്തതുപോലെ സമ്പൽഘടനയെ സമഗ്രമായിട്ട് പഠിച്ചുകൊണ്ടല്ല ചെയ്തിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടുത്തെ ലിബറൽ ബൂർഷ്വാസി അല്ലെങ്കിൽ
സാമൂഹ്യ പരിവർത്തനം ഇപ്പോൾ ദാദാഭായ് നവറോജിയെ പോലുള്ളവരൊക്കെ ഒരു പോലുള്ളവരൊക്കെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന സാമ്പത്തിക സാമ്പത്തികവാദത്തെ മുൻ വികസിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച സാമ്പത്തിക ശാസ്ത്രത്തെയാണ് നമ്മളിങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത്. അത് തന്നെ സമഗ്രമായിരുന്നില്ല. കാരണം ഇന്ത്യയിലെ സമ്പദ്ഘടനയുടെ പ്രശ്നം നോക്കി, ഇന്ത്യയിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വ്യവസായങ്ങൾ ആരംഭിക്കുന്നത്, വ്യവസായ സംരംഭങ്ങൾ ഇവിടെ ആരംഭിക്കുന്നത് ഒരിക്കലും ഹിന്ദുക്കളല്ല, മറ്റ് സമുദായങ്ങളാണ്. ഇപ്പം പാഴ്സികൾ, മുസ്ലിങ്ങൾ, ജൈനർ അതുപോലുള്ള സാമൂഹ്യ വിഭാഗങ്ങൾ, ഇവരൊക്കെ ചെറിയ ന്യൂനപക്ഷങ്ങളാണ്. ഇതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ടായിരുന്നു. ഹിന്ദുക്കളെ സംബന്ധിച്ചുള്ള ഈ ജ്ഞാന വ്യവസ്ഥകളെല്ലാം തന്നെ, അതായത് വ്യാവസായിക വികസനത്തിന് ആവശ്യമായ ജ്ഞാന വ്യവസ്ഥകളെല്ലാം യൂറോപ്പിൽ നിന്ന് സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു. യൂറോപ്യൻ ആശയങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്ത രീതി കടൽ കടന്നു പോകാനായിട്ട് ഹിന്ദുക്കൾക്ക് അവകാശമില്ലായിരുന്നു, അത് സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ ആശയത്തെ നിരാകരിക്കുകയും അത് സ്വീകരിക്കാൻ കഴിയുന്ന സമുദായങ്ങൾ, അതായത് പാഴ്സികൾ, മറ്റ് ജൈനർ, മുസ്ലിങ്ങളൊക്കെ സ്വീകരിക്കും. അവരാണ് വ്യവസായ സമ്പദ്ഘടന ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ടാറ്റയെപ്പോലുള്ളവരൊക്കെ ഉയർന്നു വരുന്നത്. അങ്ങനെ ഒരു പരിമിതമായ ഒരു പരിമിതി ഇന്ത്യൻ വ്യവസായിക സമ്പദ്ഘടനയ്ക്കുണ്ട്. ഈ വ്യവസായ സമ്പദ്ഘടനയും കാർഷിക സമ്പദ്ഘടനയും സമഗ്രമായി പഠിക്കുന്നൊരു സൈദ്ധാന്തിക വിശകലനം നടന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ പരാധീനത. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഇന്ത്യ മുന്നണി രൂപീകരിച്ചെന്ന് പറഞ്ഞാലും സമഗ്രമായ സാമ്പത്തിക പരിപാടി ഇല്ലാതെ, ഒരു പരിപാടിയും അതിൻ്റേതായ ഒരു നയവും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതൊക്കെ താൽക്കാലികമായ പ്രതിഭാസങ്ങളായിട്ട് പഴയ 1979കളുടെ പരിസരത്തിൽ ഗവൺമെൻറ് ഉണ്ടാകുക, തകരുക, അതിനുശേഷം ഇന്ദിരാഗാന്ധിയെ പോലുള്ളവർ വീണ്ടും വരിക, അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അവർക്ക് തന്നെ ഈ അടിയന്തരാവസ്ഥ വേറൊരു രാജ്യത്തായിരുന്നു അവരൊക്കെ വിചാരണ ചെയ്യപ്പെടുമായിരുന്നു, ശിക്ഷിക്കപ്പെടുമായിരുന്നു. ഇന്ദിരാഗാന്ധി ശിക്ഷിക്കപ്പെട്ടില്ല, അല്ല കോൺഗ്രസ്സുകാർ ശിക്ഷിക്കപ്പെട്ടില്ല. ഇന്നും നോക്കുക, കോൺഗ്രസ് വെച്ചിരിക്കുന്ന ഇപ്പം സിഖുകാരുടെ കലാപം, ആയിരക്കണക്കിന് പേര് കൊല്ലപ്പെട്ടതാണ്. ഇന്ന് വരെ അതിൽ ഒരാളെ പോലും ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ആ പരിപാടി അതേപോലെ സ്വീകരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി മുസ്ലിങ്ങളൊപ്പം അപ്പോൾ ഇന്ത്യയുടെ എല്ലാ പ്രതിലോമകരമായ എല്ലാ ചിന്താഗതികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പാഠങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ നരേന്ദ്രമോദി ഒരു പുതിയ സിദ്ധാന്തം ഒന്നും കേട്ടില്ല. അത് കോൺഗ്രസ് എന്തൊക്കെ ചെയ്തത് അത് പുതിയ കാലഘട്ടത്തിലായിട്ട് അവർ സ്വീകരിക്കുന്നു, അത്ര വ്യത്യാസമുള്ളൂ. അന്ന് സിഖുകാരെയോ അത് ആണ് കോൺഗ്രസ്സുകാർ കൊന്നെങ്കിൽ ഇന്ന് മുസ്ലിങ്ങളെ കൊല്ലും, അത്ര വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഈ ഇന്ത്യ മുന്നണിയൊന്നും വലിയ സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുമെന്ന് തോന്നുന്നില്ല. മറിച്ച് ചിലപ്പം വിജയിച്ച് കഴിഞ്ഞാൽ അത് പരാജയപ്പെടാനുമൊക്കെ ഉള്ള 79ൻ്റെ ഒരു ആവർത്തനം, അല്ലെങ്കിൽ 80കളുടെ ഒരു ആവർത്തനം മാത്രമേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ യുവതലമുറയും നമ്മുടെ ബൗദ്ധിക ശേഷിയുള്ളവരും തന്നെ പുതിയ ഒരു സാമൂഹിക ഘടനയും പറ്റി ആലോചിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് ഏതെങ്കിലും മുന്നണിയിലൂടെയല്ല. അതേസമയം മുന്നണിയുടെ സാധ്യതകൾ തള്ളിക്കളയാനും പറ്റില്ല. കാരണം വലിയ പിന്തുണയുള്ള സ്ഥാപനങ്ങളാണ് ഈ മുന്നണികളിലുള്ള പാർട്ടികൾ. ഞാൻ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ബോധപൂർവം പറഞ്ഞാണ്. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും അതിൽ നിൽക്കുന്ന പല കക്ഷികളായാലും അതെല്ലാം വലിയ ജനപിന്തുണയുള്ള സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളെല്ലാം പാർശ്വവൽക്കരിച്ചുകൊണ്ട് നമുക്കൊരു സാമൂഹ്യ മാറ്റം ഉണ്ടാകില്ല. അതുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായിട്ടൊരു മുന്നണി ഒരു വ്യക്തത കൈവരിക്കുകയും അതനുസരിച്ച് ഇവരെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു മുന്നണി സങ്കല്പമാണ് രൂപീകരിക്കേണ്ടത്.